കുണ്ടറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പെൺകുട്ടി നിരന്തരം പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്ന ഡോക്ടറുടെ മൊഴി. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി. മരിക്കുന്നതിന് 3 ദിവസം മുൻപ് വരെ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് മൊഴി. വിവരങ്ങളുമായി ഷമി പ്രഭാകർ. ഷമി, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പുതുതായി നൽകിയ മൊഴിയാണോ, അതിലാണോ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്? കഴിഞ്ഞ ദിവസമാണ് ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മുമ്പ് വരെ ഈ കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് ഡോക്ടർ മൊഴിയിൽ പറയുന്നത്. 22ഓളം മുറിവുകൾ ഈ കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്നു. അത് മാത്രവുമല്ല, പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഈ കുട്ടി ഇരയായി എന്നും ഡോക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഈ പ്രതികളെ, അറസ്റ്റിലായിട്ടുള്ള 4 പേരെ വിശദമായ ചോദ്യം ചെയ്യലിനായി പോലീസ് കൊണ്ടുപോയിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഇവരെ നേരത്തെ ഉണ്ടായിരുന്ന കല്ലട പോലീസ് സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവരെ എവിടെയാണ് ഈ ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ വിവരമില്ല. ആ കാര്യം പോലീസ് പറയുന്നുമില്ല. ഇന്ന് 11 മണിക്ക് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ കുണ്ട്ര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സംശയം പ്രകടിപ്പിക്കുന്നു. അവർ പറയുന്നത് ഇത് ആത്മഹത്യയാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതിലൊരു ദുരൂഹതയുണ്ട് ഈ മരണത്തിൽ എന്നുള്ളതാണ് CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. എന്തുകൊണ്ട് ഈ മരണം സംഭവിച്ചു, ആ മരണം ഉണ്ടാകാനുള്ള കാരണം, അതുപോലെ തന്നെ ആത്മഹത്യാക്കുറിപ്പിലെ കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ അത്ര വിശ്വസനീയമല്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യത്തിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എത്തുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് IG മനോജ് എബ്രഹാം കൊട്ടാരക്കരയിൽ എത്തി ഈ കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ന് കുണ്ടറ നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഹർത്താൽ നടക്കുകയാണ്. കടകളെല്ലാം തന്നെ അടഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പലപ്പോഴും മാധ്യമ പ്രവർത്തകരുടെ സാന്നിധ്യവും നാട്ടുകാരുടെ സാന്നിധ്യവും കൃത്യമായി ഇവരെ ചോദ്യം ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് പോലീസിനെ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രതികളെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റി വിശദമായ ചോദ്യം ചെയ്യലിന് പോലീസ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. രാവിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം കൊട്ടാരക്കരയിൽ നടന്നിരുന്നു. അതിന്റെ കൂടി ഒരു പുരോഗതി വിലയിരുത്തിയ ശേഷം ശാസ്ത്രീയമായ തെളിവുകളാണ് ഇക്കാര്യത്തിൽ പോലീസിന് അത്യാവശ്യമായും വേണ്ടുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ, ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരും തന്നെ ഈ കേസുമായി സഹകരിക്കാൻ തയ്യാറാവുന്നില്ല. ഈ കുട്ടിയുടെ അമ്മയുടെ മൊഴിയിൽ പോലും ഈ കുഞ്ഞിനുമായി സഹകരിക്കാൻ തയ്യാറാവുന്നില്ല. ഈ കുട്ടിയുടെ അമ്മയുടെ മൊഴിയിൽ പോലും ഈ കുഞ്ഞിന്റെ ദേഹത്തുണ്ടായിരുന്ന മുറിവുകൾ സംബന്ധിച്ച് കൃത്യമായി പറയുന്നില്ല. ഇതിന് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു, അതൊക്കെയാണ് ഈ മുറിവുകൾക്ക് കാരണം എന്നുള്ളതാണ് അമ്മയും മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ ഈ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അതിനാവശ്യമായിട്ടുള്ള ഒരു നടപടികളാവും വരും ദിവസങ്ങളിൽ പോലീസ് സ്വീകരിക്കുക.